ശേഷം അവൻ അവളെ തൻ്റെ കാറിലിരുത്തി കാർ സ്റ്റാർട്ട് ചെയ്തു. വഴിനീളെ അവർ തമ്മിൽ ഒരു സംസാരവും ഉണ്ടായില്ല. അവളുടെ കരഞ്ഞു വീങ്ങിയ കണ്ണും വാടിയ മുഖവും അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. കാർ ഒരിടത്ത് നിർത്തിയപ്പോഴാണ് അതിഥി ചുറ്റുപാടും ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ അരുൺ ഡോർ തുറന്ന് പുറത്തിറങ്ങി. കോ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. വാ, ഇറങ്ങ്. അവനത് പറഞ്ഞിട്ടും ഒരു ഭാവവ്യത്യാസവുമില്ലാതെ ഇരിക്കുന്ന അതിഥിയെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൻ അവളെ തൻ്റെ കയ്യിൽ കോരിയെടുത്തു. ഫാം ഹൗസിലേക്ക് കയറി ബെഡ്റൂമിൽ ബെഡിൽ കൊണ്ടിരുത്തി. അവനെ സംശയഭാവത്തിൽ നോക്കുന്ന അതിഥിയെ കണ്ട് അരുൺ, ഇതെൻ്റെ ഫാം ഹൗസാണ്, നീ ഇങ്ങനെ ഇന്ന് വീട്ടിൽ പോകണ്ട. അല്ല അരുൺ, എനിക്ക് പോവണം. അപ്പയും അമ്മയെ അന്വേഷിക്കും. നീ ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല. അപ്പയോടും അമ്മയോടും നീ വിളിച്ച് പറയുന്നോ അതോ ഞാൻ വിളിച്ച് പറയണോ? അയ്യോ വേണ്ട, ഞാൻ വിളിച്ചോളാം. അതും പറഞ്ഞ് അതിഥി ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. അവൾ അപ്പയെ വിളിച്ചു. എന്താ മോളെ? അതപ്പ, നാളെ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ നീതുവിൻ്റെ കൂടെ നിന്നോട്ടെ? അതിനെന്താ മോളെ, നിന്നോളൂ. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കണം കേട്ടോ? ശരി അപ്പ, അമ്മയോട് പറയാൻ മറക്കല്ലേ. ഗുഡ് നൈറ്റ്. നീ പോയി ഫ്രഷായിട്ട് വാ. ഇതാ നിനക്കുള്ള ഡ്രസ്സ്. ഇവിടെ എൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ. ബാൽക്കണിയിൽ നിന്നും തിരിച്ചെത്തിയ അതിഥിയോട് അരുൺ പറഞ്ഞു. ഒന്ന് പുറത്തേക്ക് പോകാമോ? അവൾ തല താഴ്ത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു. എന്തിന്? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. എനിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, ഡോർ അടയ്ക്കണം. അവളത് പറഞ്ഞതും അരുൺ അവൻ്റെ ഡ്രസ്സും എടുത്ത് അടുത്തുള്ള റൂം ലക്ഷ്യമാക്കി നടന്നിരുന്നു. അവൻ പോയതും അവൾ കതകുകൾ അടച്ചു. ശേഷം തിരിഞ്ഞു നിന്നുകൊണ്ട് ഇന്നുണ്ടായതെല്ലാം മനസ്സിലോർത്തു. വാതിൽ ചവിട്ടി തുറന്നു വന്ന അരുണിനെയും എല്ലാവരോടുമായി അവൻ പറഞ്ഞ വാക്കുകളുമെല്ലാം തന്നെ സ്വന്തം പെണ്ണാണെന്ന് വിളിച്ചു പറഞ്ഞതും അവളെ കോരിത്തരിപ്പിച്ചു. ഈ ചിന്തകൾ അവൾക്കുണ്ടായ മുറിവിനെ നേർപ്പിച്ചില്ലാതെയാക്കി. അവൾ അറിയാതെ തന്നെ ചുണ്ടുകളിൽ ചെറിയ പുഞ്ചിരി വിടർത്തി. അവൾ പെട്ടെന്ന് തന്നെ ഫ്രഷായി പുറത്തു വന്ന് ഡ്രസ്സ് എടുത്ത് നോക്കി. അവൾ കണ്ടത് അരുണിൻ്റെ ഒരു ലോങ് ഷർട്ടാണ്. അറിയാതെ തന്നെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇതാണ് ഞാൻ ഇടേണ്ടത്? ഇതല്ലാതെ വേറെ ഡ്രസ്സുണ്ടോ? അവൾ ഉറക്കെ അരുണിനോട് ചോദിച്ചു. അതിന് മറുപടിയൊന്നും ഇല്ലെന്ന് കണ്ട അതിഥി, ഇപ്പം തൽക്കാലം ഇത് തന്നെ ഇടാം. അരുൺ വന്നിട്ട് വേറെ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിക്കാം. അതും മനസ്സിൽ വിചാരിച്ച് ആ ഡ്രസ്സും അണിഞ്ഞ് അവൾ ഡോർ പതിയെ തുറന്ന് തല മാത്രം പുറത്തിട്ട് നോക്കി. തുടയോളം മാത്രം നീളമുള്ള സാറ്റിൻ മെറ്റീരിയൽ ഫുൾ കൈ ഷർട്ടാണ് അവളുടെ വേഷം. അവൾ ചുറ്റും വീക്ഷിക്കുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന അരുണിനെ കാണുന്നത്. എന്താ, എന്നെയാണോ നോക്കുന്നത്? അതല്ല, ഇതിൻ്റെ അടിയിലിടാൻ ഒന്നുമില്ലേ? അതിനെൻ്റെ പാൻസ് നിനക്ക് ലൂസായിരിക്കും. അതും പറഞ്ഞ് അരുൺ അവളുടെ കാലുകളിൽ നോട്ടമെറിഞ്ഞു. അത് കണ്ടതും അവൾ തൻ്റെ ഷർട്ട് താഴോട്ട് വലിച്ചു. കാലുകളുടെ നഗ്നത മറയ്ക്കാൻ പാടുപെടുകയായിരുന്നു. പെട്ടെന്ന് അരുൺ അവളെയും കടന്ന് റൂമിൽ കയറി. അപ്പോഴും ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ടിരുന്ന അതിഥിയെ കണ്ടതും അരുൺ അവളുടെ കൈകളിൽ കയറി പിടിച്ചു. എന്താ അച്ചു ഇത്? നീ എന്തായി കാണിക്കുന്നത്? ഇതൊക്കെ എന്നായാലും ഞാൻ തന്നെയല്ലേ കാണേണ്ടത്? അവനത് പറഞ്ഞതും അതിഥിയുടെ മുഖം ചുവന്ന് കയറി. അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു. എന്നിട്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പറച്ചു, ഇതൊക്കെ എനിക്കുള്ളതല്ലേ? അവനത് പറഞ്ഞതും അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു പോയി. അവൻ്റെ നോട്ടം അവളുടെ അധരങ്ങളിലെത്തി നിന്നതും അവൻ അവളുടെ അധരങ്ങളിലേക്ക് ചേക്കേറാനൊരുങ്ങി. അവൾ അവനെ തള്ളിമാറ്റി തിരിഞ്ഞു നിന്നു. അവളുടെ പുറകിലൂടെ അവൻ അവളെ ഇറുകെ പുണർന്നു. ശേഷം അവളെ തിരിച്ചു നിർത്തി കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. ശേഷം അവനും അവളുടെ മേലെയായി കിടന്നുകൊണ്ട് അവളുടെ മിഴികളിലേക്ക് നോട്ടം പായിച്ചു. അവൻ്റെ നോട്ടത്തിൽ അവൾ വിവശയായിക്കൊണ്ടിരുന്നു. ഉടനെ അവൻ അവളുടെ അധരങ്ങളെ തൻ്റേതാക്കി മാറ്റിയിരുന്നു. അവളുടെ അധരങ്ങളെ നുണയുമ്പോൾ അവൻ്റെ കൈകൾ അവളിൽ അനുസരണയില്ലാതെ എന്തു തിരഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ ചുംബനം അവളുടെ അധരങ്ങളിൽ നിന്നും അവളുടെ കാതുകളിലും പിന്നീട് അവളുടെ ശംഖുപോലുള്ള കഴുത്തിലും തങ്ങി നിന്നു. ശേഷം അവൻ്റെ കൈകൾ അവളിട്ടിരുന്ന ഷർട്ടിൻ്റെ ബട്ടന് മേലെ എത്തി നിന്നു. അവൻ ആദ്യത്തെ 2 ബട്ടണുകൾ അഴിച്ചതും അവളുടെ മാറിൻചുഴി അവന് മുന്നിൽ ദൃശ്യമായി. അത് കണ്ടതും അവൻ നാവുകൊണ്ട് ഒന്നവിടെ തഴുകി. അതിലവൾ വില്ലുപോലെ വളഞ്ഞു. അപ്പോഴുണ്ടായ അവളുടെ കുറുകലുകൾ അവൻ ആവേശം കൂട്ടി. അവളുടെ ഇന്നർ പതിയെ താഴ്ത്തി അവൻ അവളുടെ ഇടതുമാറിനെ നുണഞ്ഞുകൊണ്ട് വലതുമാറിനെ ഞെരിച്ചുടയ്ക്കാൻ തുടങ്ങി. ശേഷം അവൻ്റെ കൈകൾ അവളുടെ പൊക്കിൾ ചുഴിയിൽ വൃത്തം വരച്ചുകൊണ്ട് താഴോട്ടരിച്ചിറങ്ങിയതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. അരുൺ, വേണ്ട.
അരുൺ അവളെ മുഖമുയർത്തി നോക്കി. എന്നിട്ട് അവളുടെ ഷർട്ടിൻ്റെ ബട്ടൺ നേരെയാക്കിക്കൊണ്ട് അവളെ അവൻ കൈക്കുള്ളിലാക്കിക്കൊണ്ട് അവൻ്റെ നെഞ്ചോരം ചേർത്ത് കിടത്തി. നിൻ്റെ പൂർണ്ണ സമ്മതമില്ലാതെ നിന്നെ ഞാൻ ഒരിക്കലും സ്വന്തമാക്കാൻ ശ്രമിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടവൻ അവളുടെ നെറുകിലൊന്ന് ചുംബിച്ചു. അവൾ അവനെ ഇറുകെ പുണർന്നു. ഇന്ന് അരുൺ വന്നില്ലായിരുന്നെങ്കിൽ അവനെൻ്റെ ശരീരമായിരുന്നു വേണ്ടിയിരുന്നത്. നീയില്ലാതെ മറ്റൊരാൾ എൻ്റെ ശരീരം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ പിന്നെ ഈ അതിഥി ജീവനോടെ ഉണ്ടാവില്ല. ഞാനുള്ളപ്പോഴോ? അതും എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കാൻ. ഞാൻ ജീവനോടുള്ളപ്പോൾ നടക്കുമോ അത്? ഞാൻ ഓടിയെത്തില്ലേ? അതെവിടെയാണെങ്കിലും ഈ അതിഥി ഈ അരുണിനുള്ളതാണ്. അരുൺ വസുദേവ് വർമ്മയുടെ മാത്രം സ്വന്തം.